ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മാങ്ങാപ്പുഴുക്ക് ഉണ്ടാക്കിയ കഥ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ഇൻഗ്രീഡിയൻസ് വരുന്നത്: മാമ്പഴവും ശർക്കരയും, ചില നാട്ടിൽ ബെല്ലം എന്നും പറയും, പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക്, പിന്നെ ജീരകം. ഇത്രയാണ് കാര്യമായിട്ട് വരുന്നത്. ഈ മാങ്ങയ്ക്ക് ഇവിടെ കോമാങ്ങ എന്ന് പറയും, അല്ലെങ്കിൽ നാടൻ മാങ്ങ എന്ന് പറയും. നല്ല സ്മെല്ലൊക്കെ ആയിട്ടുള്ള അതിങ്ങനെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഉണ്ടാക്കി തരുന്നത് ഉമ്മയാണ്. അടുക്കളയിൽ കയറാത്ത നമുക്കത് വലിയ വശമൊന്നുമില്ല. അങ്ങനെ ഇതിങ്ങനെ ചെത്തിയിതാ, ഇത് എണ്ണം തികയാത്തതുകൊണ്ടാണല്ലോ ചെത്തിയിട്ടെടുക്കുന്നത്, കഷ്ണം കഴിച്ചിട്ടെടുക്കുന്നത്. അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു സൈഡ് കൂടെ തിള വരുന്നുണ്ട് കണ്ടോ, നല്ലോണം തിളച്ച് കുറുകി ഇങ്ങനെ വരും. കുറുകി ഓഫാക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കാൻ ഏകദേശം ആയിക്കൊണ്ട് വരുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ഇതായി മെൽറ്റായി, അതൊരു വെല്ലവും ഇതും മിക്സായിട്ടൊരു പരുവത്തിലെത്തും. ആ സമയത്ത് മെല്ലെ അങ്ങോട്ട് ഫ്ലെയിം ഓഫാക്കുക. അപ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻറ്റിയിൽ കിട്ടുമ്പോൾ ഓഫാക്കിയിട്ട് എടുക്കുക. നമ്മളിങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ട് കഴിയാൻ നല്ല രസമാണ്. കാര്യം ആദ്യം ഇത് നമ്മുടെ വാഴയുടെ ഇലയിൽ കുമ്പിൾ പോലാക്കിയിട്ട് അതിൻ്റെ തരം ഗ്രാൻഡ് മദർ തന്നുകൊണ്ടുണ്ടായി. അപ്പം ഞാൻ ഇതൊക്കെ കൂട്ടിയൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.